ഒരു ഡേ ഇൻ മൈ ലൈഫ്, നാട്ടിൽ വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടി, പിന്നെ ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ പാല വരെ ഒന്ന് പോയി പാലയിൽ പോയിട്ട് വരാമെന്ന്. പാലയിൽ ഇച്ചിരി സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നേ, അപ്പോൾ പാലയിൽ പോവാം. സാധനം വാങ്ങിക്കാൻ വേണ്ടി പാല വരുന്നോ പാലായ്ക്ക്. എൻ്റെ മുഖത്ത് എന്ത് പറ്റിയിലിറ്റി, എന്താ പാടെന്ന് തിരക്കിയവർക്ക് ഒത്തിരി നന്ദി. ഇന്നലെ പാടില്ലാത്ത പോലെ തോന്നിയില്ലേ? ഇത് ഇന്ന് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഐ മീൻ കട്ടിക്ക് ദേ കിടക്കുന്നുണ്ട്. എല്ലാരും ചോദിച്ചു ജസ്റ്റ് ഇടിച്ച് ചളക്കിയതാണോ ഇന്ന്? ജസ്റ്റ് അങ്ങനെയാണ് ജസ്റ്റ് ചളക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞല്ലേ. ജസ്റ്റിക്ക് ജീവന് കൊതിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഇടിച്ച് ചളക്കിയതല്ല, അല്ലാതെ ചളങ്ങിയതാണ്. കാണുന്നതാണ് ചാമമ്പതാൽ കവല. ഇതിന് പുറകിൽ ഒരു തോടുണ്ട്. ഇവിടെ ഒരു ഉണക്കമീൻ കടയുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ ഇനി ഉണക്കമീൻ കട. കൊടുങ്ങൂർ കവലയാണേ. പുറകോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് കോട്ടയം. ഇത് കൊടുങ്ങൂർ ടൗൺ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണേ ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തത്. അംബിക ബേക്കറി തുറന്നിട്ടുണ്ട്. ഇത് പാലായിക്ക്. ഇവിടെ നിന്നാണ് പാലായിക്ക് പോകുന്നത് കേട്ടോ. പണ്ട് ഇവിടെ നിന്നായിരുന്നു യുവരാജയിലൊക്കെ കയറി പോയിക്കൊണ്ടിരുന്നേ. സാരഥി സ്പൾബറി ചേട്ടനാണേ. ചേട്ടന് പറ്റിയ വികാരമൊന്നും ഇല്ലാത്തോണ്ട് കലിപ്പ് മൂടിലാന്ന് തോന്നുന്നു. അയ്യോ ചുമ്മാ പറഞ്ഞ ചേട്ടാ, ഇൻട്രോ ടൈം സ്ലാങ് കയറി വന്നു. എന്നാ അന്നേ ഒന്നും ഇല്ലെന്നേ. ഇവിടം കൊണ്ട് വാടൂർ പഞ്ചായത്ത് കഴിഞ്ഞേ, ഇനി പള്ളിക്കത്തോട് പഞ്ചായത്താണേ അല്ലേ ശ്രീ? എന്നാ എനിക്കറിയാം. ഇവിടം കൊണ്ട് വാഴൂർ പഞ്ചായത്ത് തീർന്നു. ഇനി നമ്മൾ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കൂടെയാണ് നടക്കുന്നത്. സ്വന്തം പഞ്ചായത്തിന് മൂല അതിരി ഏതാന്ന് അതെങ്ങനെ സ്വന്തം പറമ്പിന് അറിയാൻ മേലാത്ത ജസ്റ്റി, ആ ജസ്റ്റിയോടാണ് പഞ്ചായത്തിന് അതിരി ചോദിക്കുന്നത്. ആ ജസ്റ്റിയോട് അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അരുതായിരുന്നു. ഇത് കയ്യൂരി. ഇത് ആനിക്കാട് പള്ളിയുടെ കുരിശുപള്ളിയാണേ. കയ്യൂരി പള്ളി അല്ലേ? അവിടെ പോയാൽ വരിക്കമ്മക്ക തറവാട്ടിലോട്ട് പോവാം. എൻ്റെ അപ്പൻ്റെ വീട്ടുകാര്, എൻ്റെ അപ്പൻ്റെ തറവാട് വീട് വരിക്കമ്മക്ക. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ അപ്പനല്ല, എൻ്റെ വല്യപ്പൻ്റെ തറവാടാണ്. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് അപ്പം. ഇതാണ് പള്ളിക്കത്തോട്. ഇത് പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡ്. ഇത് പള്ളിക്കത്തോട് ടൗൺ. പണ്ടത്തെ പള്ളിക്കത്തോട് ടൗൺ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ശ്രീ? പണ്ടത്തെ പള്ളിക്കത്തോട് ടൗണേ ഇതായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ തൊട്ട് അങ്ങ് വരെ ഈ ഗ്രാൻഡ് ഹോട്ടല്, പിന്നെ ഇവിടെ ജോയ്സ് ബേക്കറി. ഇപ്പൊ അവിടെ ജോയ്സ് ബേക്കറി ഇല്ലേ? ഇതൊക്കെയായിരുന്നു പള്ളിക്കത്തോട്. ഇവിടെ കൊണ്ട് പള്ളിക്കത്തോട് ടൗൺ തീരുമായിരുന്നു. പക്ഷെ ഇപ്പൊ പള്ളിക്കത്തോട് ഇത് എൻ്റെ മമ്മിയുടെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലമാണ്. സോറി, ജസ്റ്റിയുടെ മുഖം കാണും. ചെങ്ങളത്തിന് പോകുന്ന വഴിക്ക് പോയാൽ എൻ്റെ മമ്മിയുടെ വീട്ടിൽ പോവാം. അമ്പലത്തുകുന്നിലാണ് എൻ്റെ മമ്മിയുടെ വീട്. ഇത് അഞ്ചാനി സിനിമ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. അഞ്ചാനി മോളും അഞ്ചാനി സിനിമാസും നമ്മുടെ ജസ്റ്റിയുടെ സ്ഥലമാണ് പള്ളിക്കത്തോട് അല്ലെ? നമ്മുടെ ജസ്റ്റിമോൻ ഒരു പള്ളിക്കത്തോടുകാരനാണ്. ജസ്റ്റിയുടെ നാടാണ് പള്ളിക്കത്തോടുകാരനെ. പള്ളിക്കത്തോട് പാല ഒരു പാല അച്ചായനല്ലേ? ഹാഫ് കാഞ്ഞിരപ്പള്ളി, ഹാഫ് പള്ളിക്കത്തോട് അല്ല പാലക്കാരൻ. അപ്പൊ പക്ഷെ ജസ്റ്റ് കുമ്പിൾ എന്നാ ജസ്റ്റ് പറയുന്നത്? അപ്പൊ പാലക്കാരൻ. മാമോദിസ മുങ്ങി കഴിഞ്ഞു. കുമ്പിളിന് പൂച്ച പൊഴിങ്ങെന്ന് പറയുന്ന ഒക്കെ പാലക്കാരൻ അച്ചായന്മാരാ. ഞങ്ങള് കുമ്പിളിന്റെ പൂച്ച എന്ന് പറയാറില്ല. ഞങ്ങള് കാഞ്ഞിരപ്പള്ളി സൈഡ് അച്ചായന്മാരൊക്കെ കുമ്പിളപ്പം എന്ന്. ഞങ്ങള് പൂച്ച പൊഴിഞ്ഞ് തിന്നാറില്ല. പള്ളിക്കത്തോട്ടിൽ നിന്ന് പാലായിക്ക് എന്താ ദൂരം? എത്ര മിനിറ്റ് ചെല്ലാം? 15 മിനിറ്റ് വേണ്ടല്ലോ. തിരക്കില്ലെങ്കിൽ 15 മിനിറ്റുള്ളിൽ നമ്മൾ പാലാ ചെല്ലും. ഓക്കെ, അത്രേ ഉള്ളൂ. കാരണം ഇന്ന് സൺഡേ ആണ്, തിരക്കില്ല. സൺഡേ അല്ലെങ്കിൽ നമ്മൾ പെട്ടു. കൊഴുവനാൽ ടൗൺ എന്ന് പറയുന്നതിന് മുമ്പ് കൊഴുവനാൽ ടൗൺ കഴിഞ്ഞു. ഞാൻ നിങ്ങളെ വേണേ കൊഴുവനാൽ പള്ളി കാണിക്കാം. കൊഴുവനാൽ പള്ളിയുടെ ഗ്രോട്ട്, ഒരു കുരിശ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോറി, ഗ്രോട്ട കാണത്തില്ല. മാർസ്ലീവ മെഡിസിറ്റി പോണേൽ കൊഴുവനാൽ മണ്ടേക്കൂടെ റോഡെ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ നമ്മൾ നേരെ മാർസ്ലീവ മെഡിസിറ്റി ചെല്ലും. ഇതിപ്പോ നമുക്ക് നമ്മുടെ ഉന്നം മാർസ്ലീവ മെഡിസിറ്റി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുവഴി പോകുന്നു. മേവടയൊക്കെ കൂടി പോയപ്പോ ഒരു പാലക്കാട് ഒന്നും കാണാമെന്ന് എനിക്കറിയത്തില്ല. ഇതുണ്ടോ KL09 എന്ന് വെച്ചാൽ പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടി പാലായി കൂടെ പോകുന്നു. ചിലപ്പോ സെക്കൻഡ് ഹാൻഡ് ആവാം. ഈ വണ്ടി അങ്ങ് പാലക്കാട് വരെ പോണ എന്തോ സമയം എടുക്കും അല്ലേ? ഇത് ഒമിനി അല്ല, ഇത് ഒമിനിയാണോ ചിമ്മിനിയാണോ എന്താണ്? പള്ളി വിട്ടിട്ടുണ്ട്. മേവടപ്പള്ളി കുർബാന കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണ്. എന്റെ പേരാണ് മേവട. ഇവിടെ ചെന്ന വടയൊന്നും കിട്ടത്തില്ല. പക്ഷെ സ്ഥലത്തിന്റെ പേര് മേവട എന്ന്. നാട്ടുകാർ എന്നെ പഞ്ഞിക്കിടുന്നു. ആണ് മേവട പള്ളി. ഇപ്പൊ കുർബാന സെന്റ് മേരീസ് ദേവാലയം പാലാ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. പണ്ട് ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത അമ്മമ്മമാരായിരുന്നു. ഇപ്പൊ ചുരിദാറിട്ട അമ്മമ്മമാരാണ്.
ഇവരെല്ലാം ഉച്ച കുർബാനയ്ക്ക് പോയവരാ. എന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകാൻ മടിയുള്ളവർ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങള് ചെറുപ്പത്തിൽ ഞാനും ലിനും ഒക്കെ എന്നും പള്ളിയിൽ പോയിരുന്നു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ എഴുന്നേറ്റ് പോവും, കുർബാന കൂടും. അങ്ങനത്തെ എല്ലാ ദിവസവും. അയ്യോ അവധിക്ക് തള്ളുത ലിനു. ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ട അന്ന് ജസ്റ്റ് പള്ളിയിലും സൺഡേ സ്കൂളിൽ പോയിരുന്നു. ജസ്റ്റ് സൺഡേ സ്കൂളിൽ ഒന്നും സ്ഥിരം പോകത്തില്ലായിരുന്നു, മടിയനായിരുന്നു. പക്ഷേ പ്രശ്നം മുത്തോലി ഗ്രാമപഞ്ചായത്ത് നമ്മൾ കേട്ടോ. അതെ, കുത്തിപ്പൊക്കി ഞങ്ങള് പള്ളിയിൽ പോകും. ആദ്യമേ മരുവത്താങ്കലെ ജിൻസി നമ്മുടെ വീട്ടിൽ വരും. അപ്പൊ നമ്മൾ ഒരുങ്ങിയിട്ട് പോലും കാണില്ല. കുത്തിപ്പൊക്കി ജിൻസ്, സത്യം അല്ലേ, ജിൻസി നമ്മൾ ഒരുക്കി പള്ളി കൊണ്ടുപോകും. നമ്മള് കുത്തിപ്പൊങ്ങി ഞങ്ങളെല്ലാം ഒരുങ്ങി പല്ലും തേച്ച് ഡ്രസ്സൊക്കെ മാറി പള്ളിയിൽ ചെല്ലും. അല്ല, നേരെ മരുവത്താങ്കലെ സ്നേഹയുടെ വീട്ടിൽ ചെല്ലും. എന്നിട്ട് സ്നേഹ അവിടെ നിന്ന് കുത്തിപ്പൊക്കി ഞങ്ങൾ 4 കൂടെ പള്ളിയിൽ ചെന്ന് ഗായക സംഘം, ഞങ്ങളായിരുന്നു 4 ഗായക സംഘങ്ങൾ. അപ്പൊ ജിൻസി സ്നേഹ ഓസ്ട്രേലിയയിൽ നിന്ന് ഇത് കാണും. പക്ഷെ ജസ്റ്റ് അന്ന് പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഭയങ്കര ഉഴപ്പനായിരുന്നു. ഇപ്പൊ ജസ്റ്റ് പുണ്യാളനായി. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് പുണ്യാളനും ഞങ്ങൾ ഉഴപ്പന്മാരുമായി. ഗൈസ്, വിധിയുടെ വിളയാട്ടം, അല്ലാതെ എന്ത് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഇനി ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി. ഒരു വീട്ടിൽ ഒരു പുണ്യാളം മതിയോ എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് മോനെ ഞങ്ങൾ പുണ്യാളനാക്കി. ഞങ്ങളുടെ മധ്യസ്ഥൻ, നമ്മുടെ വീട്ടിൽ പപ്പ മധ്യസ്ഥന്മാരൊക്കെ വേറെ മധ്യസ്ഥന്മാരുണ്ടെങ്കിലും ഈ ഒരു മധ്യസ്ഥൻ ജസ്റ്റേ ഉള്ളൂ. മധ്യസ്ഥതയും പപ്പയുടെ മധ്യസ്ഥതയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മധ്യസ്ഥൻ അക്ഷരങ്ങൾ തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് നമ്മൾ കയറി. ഇത് മുത്തോലി കവലയാട്ടോ. മഴ വെള്ളം പൊങ്ങുമ്പം മുത്തോലി പാലത്തെ വെള്ളം കയറുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറും. നേരെ മീനച്ചിലാറിലേക്ക് കടക്കും. സോറി, പാലത്തെ കിടക്കും, മീനച്ചിലാറിൽ കടക്കുകയാട്ടോ ദൈവമേ. ഇത് മുത്തോലി കടവ് പാലം. ഇതാണ് താഴെ നിങ്ങൾ നോക്കൂ, ഇത് മീനച്ചിലാർ. ഇതാണ് മീനച്ചിലാർ. മുമ്പിൽ വരാൻ പോകുന്ന സ്ഥാപനമാണ് ഇവിടുത്തെ ബൃഹത്തൊരു സ്ഥാപനം. എന്താണ്? അതെ, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. നോക്കൂ, ഇതാണത്. ഉണ്ടാവും വലിയൊരു ഒരു പ്രസ്ഥാനം ആയിട്ട് ഇത് വളർന്നു വന്നു. അത് ഇന്നലെ റാങ്ക് കിട്ടിയവിടെ എമറാൾഡ് ഹോസ്റ്റൽ. ആ ഹോസ്റ്റൽ, ഈ ഹോസ്റ്റല് മുഴുവൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. പണ്ട് ഒരു കുഞ്ഞു സ്ഥാപനമായിരുന്നു. ബ്രില്യന്റ് ആണേ. ഞായറാഴ്ച പിള്ളേർക്ക് പഠിത്തമുണ്ടോ? ഇങ്ങനെ ബ്രില്യന്റിനെ കുറിച്ച് പറയുമ്പോൾ ബ്രില്യന്റിന്റെ ആദ്യകാലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ വണ്ടിയിൽ ഇരിക്കുന്നത്. പഠിക്കാൻ വിട്ടെങ്കിലും പഠിച്ചില്ല, കുഴപ്പമില്ലേ. പാലായി വന്ന സിനിമയെല്ലാം കണ്ടില്ലേ? ഉണ്ട്, കോട്ടയത്ത്. ബ്രില്യന്റ് പഠിക്കാൻ പോയിട്ട് പാലായി കോട്ടയത്ത് പോയി സിനിമ ഉണ്ട്. കൂട്ടത്തിൽ ഒരു അച്ഛനുണ്ട്. അച്ഛന്റെ പേര് വേണം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. വേണോ ജസ്റ്റ് പറ. ഇതാണ് ആക്ച്വലി മുത്തോലി കവല. ഇപ്പൊ പാല തുടങ്ങുന്നത് ഇവിടുന്ന് അല്ലേ. പണ്ട് മുത്തോലി കവല വേറെ, പാല ടൗൺ വേറെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പാല സ്റ്റാർട്ട് ചെയ്യുന്നത് മുത്തോലി എന്നാണ്. ഇവിടെ തുടങ്ങി പാല ടൗൺ തുടങ്ങിയാണ്. സ്ഥലത്തോട്ട് ഹോസ്റ്റലാക്കി വെക്കുക. പിന്നെ ഈ വീട്ടുകാർക്കാണേലും ഉണ്ടല്ലോ, അധികം ആൾക്കാരില്ലെങ്കിൽ മണ്ടവശമൊക്കെ പിള്ളേർക്ക് ഹോസ്റ്റലായിട്ട് കൊടുക്കാമല്ലോ. ഇതിനു പേയിങ് ഗസ്റ്റ് ആയിട്ട്, പേയിങ് ഗസ്റ്റ്. ഇതുണ്ടോ ബ്രില്യൻ ഹോസ്റ്റൽ, സ്റ്റഡി സെന്റർ ഹോസ്റ്റല്. അങ്ങോട്ട് നമ്മൾ പാല മുനിസിപ്പാലിറ്റി കയറി. വെൽക്കം ടു പാല മുനിസിപ്പാലിറ്റി. പാല ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പുറത്തോട്ട് മരിയൻ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയുണ്ട്. ഇതാണത്. ഇത് ഇവിടെയും കണ്ടോ ബ്രില്യൻ സ്റ്റഡി സെന്റർ കാണും. ആദ്യത്തെ ബ്രില്യന്റ് ഇതാ ഇവിടെ കാണുന്നത്, കോളേജിനകത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കാണുന്നതായിരുന്നു SH ഹോസ്പിറ്റല്, SH കോൺവെന്റ്, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെയിന്റ് തോമസ് കോളേജ് പാല. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അൽഫോൻസ കോളേജ് പാല. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയാം. ഇത് അൽഫോൻസ ഇവിടുന്ന് ഇപ്പുറത്ത്. അയ്യോ ഇല്ലില്ല, അത് സോറി, അത് വേറെ എന്തോ കേട്ടോ. ഇത് സെന്റ് തോമസ് കോളേജ് ആണ്. സെന്റ് തോമസ്. ഇതാണ് അൽഫോൻസ കോളേജ് പാല. ഇത് അൽഫോൻസ കോളേജ് പാല ഉണ്ടോ. ഇവിടെയാണ് നമ്മുടെ റിമി ടോമി ഒക്കെ പഠിച്ചത് കേട്ടോ, പ്രീ ഡിഗ്രിക്ക്. ഇവിടെയാണ് ഉണ്ണിമേരി ജസ്റ്റിയുടെ സിസ്റ്റർ പഠിച്ചത്, നമ്മുടെ ലിസമ്മയാൻറ്റി പഠിച്ചത്. അങ്ങനെ ഒത്തിരി മഹാരഥന്മാർ പഠിച്ചത്. ഞാനും ശരിക്കും പറഞ്ഞ പ്രീ ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ 10ാം ക്ലാസ് പാസ്സാകത്തുള്ളൂ, കോളേജ് കയറ്റത്തില്ല പറഞ്ഞുകൊണ്ട് മാത്രം. ആണ് പാല വിജയലക്ഷ്മി. ഇത് പാലാ സ്റ്റാൻഡ്. ഇത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഉണ്ടോ, നീല കളർ. മറ്റം പാല. അമ്മേ,
ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇത് ബിഷപ്പ് ഹൗസ് പാല. ഇവിടെ കയറിയ പാല ബിഷപ്പിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 3G അങ്ങനെ നമ്മൾ തൂഫാൻ ഉണ്ടോ രമേശ് ചെന്നിത്തല ഇത് കണ്ടോ, ഇത് പാല സുഡിയോ വന്ന കേട്ടോ മാക്സ്. പാല KFC അടച്ചു കിടക്കണോ? ഒരു ബോട്ടിൽ കാലിനു. ഇത് ഈരാറ്റുപേട്ട പോകുന്ന റൂട്ടല്ലേ? ഏത് ഈ ബൈക്കാണ്? അവൻ അങ്ങോട്ട് തിരിഞ്ഞവൻ എങ്ങനെ കണ്ടേ? അവൻ പിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ടേ. ഒന്നെങ്കിൽ അവൻ നമ്മളെ അറിയാം. ഇതാണ് പാല. എവിടെ പാല ഇവിടെ. ഞങ്ങള് ഷീമാട്ടി കയറി. പിന്നെ ഇവിടെ നമ്മൾ കയറിയേ ഒരു മാക്സ് ചെരുപ്പടയിലേക്ക് കയറി. നമ്മൾ ഇനി ഒരു ബിരിയാണി കട തപ്പി പിടിച്ച് പോകും. KFC അപ്പൂപ്പന്റെ കട. ഓഫർ കാര്യായല്ലേ എന്താ അല്ലേ? പാലായി വന്ന ഈ കടയിൽ കയറാതെ അല്ലല്ലോ കല്ലറക്ക സാധനങ്ങളൊക്കെ. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്ര, മീനച്ചിൽ കടപ്പാട്ടൂർ അമ്പലം കണ്ടോ? നമ്മൾ വീട്ടിൽ മമ്മിയോട് പറഞ്ഞായിരുന്നു ഫുഡ് ഉണ്ടാക്കേണ്ട, ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നേ. അങ്ങനെ ബിരിയാണി പായിക്കാൻ സമയമുള്ളതുകൊണ്ട് നമ്മളവിടെ കയറി ഒരു കോഫിയൊക്കെ അങ്ങനെ ഞങ്ങൾ കസാട്ട ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കണ്ട് പണി നടക്കുക. മഴ പെയ്യാൻ തുടങ്ങുന്നു. അടിപൊളി മഴ. ഇതുവഴി പോലെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ജസ്റ്റിമോൻ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു. ലീനു താഴെ ചെലുത്ത് തുടങ്ങി പുറകെ. ലിനുവേ കൺട്രോളൊന്നും ഇല്ല കേട്ടോ. ഐസ്ക്രീം ജസ്റ്റിക്ക് വേണോ? ഒരങ്ങനെ വേണോ? റബ്ബർ തോട്ടം റബ്ബർ. അപ്പോൾ ഇതാണ് പൈക ടൗൺ. ഇതുവഴി നമുക്ക് കുറുക്കുവഴി പോകത്തില്ല. പുല്ലൊന്നും ചെന്ന് എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ ജസ്റ്റിയുടെ വീട്ടിൽ പള്ളിത്തോടിന് ആനിക്കാടിന് ഇതുവഴി കുറുക്ക് വഴി പോകാം. എനിക്ക് ഈ ലോറിയിലെ ക്ലീനർ ഇല്ലേ, ക്ലീനറിൻ്റെ പണിയാണ്. കണ്ടോ ഇങ്ങനെ വാരി ഐസ്ക്രീം ഒക്കെ വാരി വായിക്ക് വെച്ച് കൊടുക്കുക, വെള്ളക്കുപ്പി പൊട്ടിച്ചു കൊടുക്കുക. അതിനുള്ള ലോറിയിലെ ക്ലീനർക്ക് ഐസ്ക്രീം ഡ്രൈവറിന്റെ വായി വെച്ച് കൊടുക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ഇത്രയും ഗതികെട്ട ക്ലീനർ ഞാൻ മാത്രമേ കാണുള്ളൂ. ഞാൻ ഓടിക്കാം ഇങ്ങനെ. ഇതാണ് പൈക. ഇതുവഴി നമുക്ക് കുറുക്കുവഴി അടിപ്പോ അല്ലേ? ഇല്ല, പൊൻകുന്നം ചെന്നാലേ പോകാൻ പറ്റുള്ളൂ. ജസ്റ്റിന്റെ വീട്ടിലോട്ട് ഇതൊരു കുറുക്ക് അല്ലേ? ആനിക്കാട് ജസ്റ്റിന്റെ വീട്ടിലോട്ട് കുറുക്കുവഴി പോകത്തില്ലേ? പെട്ടെന്ന് ചെല്ലാം. എത്ര മിനിറ്റ്? 10 മിനിറ്റ്. പൈക. ഇത് പൈക പോവും. പെരുമല വണ്ടികൾ ഒത്തിരി കേട്ടോ. കണ്ടോ ഇതെല്ലാം TN കർണാടക വണ്ടി മുഴുവൻ ശബരിമല പോയിട്ട് തിരിച്ചു വരുന്ന. ഈ റോഡ് നല്ലതായതുകൊണ്ട് ഇതുവഴി ഇവന്മാരില്ല. അപ്പൊ ഇവന്മാർ എങ്ങോട്ട് പോകും? കർണാടകയ്ക്കും തമിഴ്നാടിനും ഇതുവഴി 4 വണ്ടി പോയ 3 അയ്യപ്പന്മാരുടെ വണ്ടിയാ. അടുത്ത അയ്യപ്പന്മാരുടെ വണ്ടി TN കേരളം. ഇതാണ് എളംകുളം പള്ളി. നമ്മൾ എന്തോരം ലിനു അല്ല സൺഡേ സ്കൂൾ മത്സരത്തിൽ എന്തോ ഇവിടെ വന്നിട്ടുണ്ട്. ഇഴകളൊക്കെ ഉണ്ട്. ആ 33കാരൻ ആശാരി ചെറുക്കൻ ഞങ്ങൾ പണ്ടേ കൂട്ടാം അല്ല ലിനു. ജസ്റ്റ് ഇപ്പഴേ കൂരാലി കഴിഞ്ഞില്ലേ? ജസ്റ്റ് കൂരാലി കഴിഞ്ഞില്ലേ? കൂരാലി കഴിഞ്ഞു. താഴോട്ട് പോയാൽ പള്ളിക്കത്തോട് ആനിക്കാടൊക്കെ പോയായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഇളങ്കുളം അമ്പലത്തിൽ ഒരു കല്യാണം ഉണ്ട്. ഇപ്പൊ കേറുവാണെങ്കിൽ നല്ല സദ്യ കഴിക്കാം അല്ല ലീനു? നല്ല സദ്യ കഴിക്കാം. ഇതാണ് ഇത് കണ്ടോ ലൈൻ കമ്പിയെ ചൂട്ടുമടല് വീണത്. വെള്ളിക്ക് KSCB മണമുണ്ട് അല്ലേ? ചൂട്ട് കത്തിയ മണം വരുന്നില്ലേ? പൊൻകുന്നം കടക്കാൻ പോവുകയാണ്. പൊൻകുന്നം കവലയിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഈ വളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്ത്രപ്പള്ളി അങ്ങോട്ട് ഇവിടുന്ന് പോവാം അല്ലേ? അപ്പൊ ഇതുവഴിയാ മാന്ത്രപ്പള്ളി പോകുന്നത്. പൊൻകുന്നം നമ്മൾ പൊൻകുന്നം ടൗണിൽ പ്രവേശിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്ക കടകളും ഇല്ല. കുളമി ശബരിമല കോട്ടയം 32. ഇത് കുളമി. കുമളി 75. ഇത് പൊൻകുന്നം പള്ളി. ഈശോപ്പച്ച മാതാവേ കത്തൂരണേ. ഞാൻ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കട ഏതായിരുന്നു ലിനു? അതുകൊണ്ട് അടുത്ത മന്തി ഷാബി മന്തി. പൊൻകുന്നം ഇത് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ.
പോലീസുകാരെങ്കിലും ഉണ്ട്. സിവിൽ സ്റ്റേഷൻ പൊൻകുന്നം. സിവിൽ സ്റ്റേഷനൊക്കെ സ്വന്തമായിട്ടുള്ള നാട്ടുകാരാ. ഈ റോഡ് നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട പുനലൂര്. ഇതാണ് പുനലൂർ റോഡ്. അമ്മച്ചി, നമ്മൾ ശരിക്കും പാലായിൽ എന്തിനു പോയതാണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പാലായിൽ പോയി ഷീമാട്ടിയിൽ കയറി. കോട്ടയം പോണയിൽ നമ്മൾ കുറേ ട്രാഫിക്കിൽ കിടക്കണം. സൺഡേ ആണെങ്കിലും കുറേ ദൂരം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പാല എളുപ്പമായിട്ട് പാലയിൽ കയറി. പിന്നെ ഒരു ചെരുപ്പടയിൽ കയറണമായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ പൊൻകുന്നത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പൊൻകുന്നത്ത് കയറി അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ പോരുന്ന വഴി ഗസ്റ്റ് ചോദിച്ചു വണ്ടി ഓടിക്കുന്നോന്ന്. പിന്നെ ഓടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കരുതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നാട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് ഞാൻ ചെറുതായിട്ടങ്ങ് കൈക്കലാക്കി, അത്രേ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ ചെല്ലണം, ബിരിയാണി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആറ്റി കുളിക്കാൻ പോകാനായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആറ്റി കുളിക്കാൻ പോകണം. അങ്ങനെ അതാണ് ഇന്നത്തെ പ്ലാൻ. സൺഡേ ഈ നാടും സ്ഥലമൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാടൊന്നും കണ്ടിട്ടില്ലാത്തവരെ കണ്ടോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പ്രവാസികളായ ഒത്തിരി പേരുണ്ടല്ലോ നമ്മുടെ പാലായും പൊൻകുന്നവും ഒക്കെ മിസ് ചെയ്യുന്നവർ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഞങ്ങളുടെ കണ്ടന്റാണ് തോട്ടിലെ കുളി അല്ലെങ്കിൽ ആറ്റിലെ കുളി. ജസ്റ്റ് വണ്ടി പതുക്കെ പോയില്ലെങ്കിൽ നമ്മൾ ആറ്റി കുളിക്കാൻ പോകുന്ന ആറ് കാണിക്കാം കേട്ടോ. സോണിയുടെ കുളികൾക്കായി സബ്സ്ക്രൈബ്. അയ്യോ കയത്ര ഇത് കയവാ ജസ്റ്റ് ഇവിടെ ഇത് ജസ്റ്റ് പുതിയൊരു സംസ്കാരത്തെ മനുവണ്ണ ഫ്രണ്ടിൽ പോകുന്ന ആറ്റി കുളിക്കാൻ. അല്ല ജസ്റ്റ് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിലുള്ള പുതിയ ആചാരം. ചെറുക്കനെ കുളിപ്പിക്കാൻ വേണ്ടി, ചെറുക്കനെ ഒരച്ച് കുളിപ്പിക്കാൻ. അത് തന്നെ നമ്മൾ സുറിയാനി ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ളതാണ്. ചെറുക്കനെ ആറ്റിക്കൊണ്ട് ഒരച്ച് കഴുകുക, പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്ന പോലെ. ഇതാണ് ഞങ്ങളുടെ പയ്യൻ. കൈ ബാർ സോപ്പ് ഉണ്ടോടാ? അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ബിരിയാണി എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് നേരെ ആറ്റിലല്ല വന്ന കേട്ടോ. നമ്മൾ നേരെ മണിമലയുള്ള പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ ചെന്നു. അവിടുന്ന് മനുവണ്ണനെയും മുത്തപ്പനെയും ഒക്കെ കൂട്ടി നമ്മൾ ആറ്റിൽ ചാടാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മഴവെള്ളമൊക്കെ പൊങ്ങുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആറ്റുകുളിയിൽ നിന്നു ഭയങ്കരമായിട്ട് വെള്ളം കയറി. പിന്നെ ആറ്റിലൊന്നും കുളിക്കാൻ പോകാൻ പറ്റില്ല. ശരിക്കും ജസ്റ്റ് ഈ വെള്ളത്തിലൊക്കെ കുളിക്കാനും ആറ്റി ചാടാനും ഒക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തൊട്ട് ചാടിച്ചാടി നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ആറ്റിലൊന്നും ചാടാഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ അങ്ങനെ 1-2-3 പ്രാവശ്യം പല പ്രാവശ്യം ആറ്റി ചാടി അവസാനമായപ്പോൾ ജസ്റ്റിക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് ആറ്റി കുളിക്കാൻ പോകാമെന്ന് പറയായിരുന്നേ. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ആറ്റിക്കുളി. വേണ്ടതേ അങ്ങനെ കുറേ നേരം കലയിലിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റിക്ക് ധൈര്യമായി. ജസ്റ്റ് ചാടി ആറിലിറങ്ങി കേട്ടോ. ഇത് ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് ചെറുവള്ളി പള്ളി. ഇവിടുത്തെ പാലം പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ വർഷം മുമ്പുള്ള വെള്ളപ്പൊക്കത്തിൽ അവിടുത്തെ പാലം പോയിട്ട് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്നതാണ്. മണിമല ആറ്റില്. ദിസ് ഈസ് മണിമല ആറ്. സോണിയുടെ കുളി ജസ്റ്റ് പേടിക്കണ്ട. ജസ്റ്റ് ഞാനിവിടെ ഉണ്ട്. എന്നാടാ ഇതല്ല ഹിപ്പോപ്പൊട്ടാമസിന്റെ കുഞ്ഞാ. ജസ്റ്റ് നോക്കിക്കോളൂ. എടാ അവിടെ നിക്കടാ, മുഖത്ത് അവസാനം തേക്കടാ. ഇതാണോ മണിമല അച്ചായത്തിയാണോ കാഞ്ഞിരപ്പള്ളി അച്ചായത്തിയാണോ? അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ കിടക്കുന്നെങ്കിലും നല്ല ഒഴുക്കുണ്ട്. കുളി എങ്ങനെ ഉണ്ടായിരുന്നു ജേടിക്കുട്ടൻ? കാണാം. ജസ്റ്റ് മധുര ഒരു പ്രവാസിയുടെ
കാണാം മധുരം വെപ്പിൽ ആണ്ട് ഒരുത്തി മെസ്സിയുടെ നിക്കറും മറ്റുള്ള ബനിയനും. ഇത് ജസ്റ്റ് ഇതൊക്കെ നാട്ടിലേ വരുള്ളൂ. ഇതേ കുളിച്ച് കഴിഞ്ഞ് ചൗല നല്ല മീൻ കിട്ടും. ആൾക്കാരെ കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങിയില്ല. ബാക്കിയുള്ളവരെല്ലാം ഞാനും സോഡി ഒഴിച്ച് ബാക്കി എല്ലാരും കുളിച്ചല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുളി വീഡിയോ, ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്ന് പോയച്ചും വരാം.